ഈ 3 ഇലകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടുവിന് പമ്പ കിടക്കും. ഹായ്, ഞാൻ ഡോക്ടർ ചിത്തിരാമ്പു എണ്ണക്കാത്ര. ഞാൻ ഡോക്ടർ ആര്യ രമേശൻ എണ്ണക്കാത്ര. മുട്ടുവേദന മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർക്ക് അതിന് നീരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടുണ്ടാവും, മുട്ട് മടക്കാനും നിവർത്താനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നടക്കുമ്പം കിടുകിടാ ശബ്ദം കേൾക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്, കയറ്റം കയറി ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമായി. ഇനി മുട്ടുവേദന എന്ന് പറയുന്നത് എല്ലാം തേയ്മാനം കൊണ്ടല്ല കേട്ടോ. തേയ്മാനം കൊണ്ട് മുട്ടുവേദന വരാം. അത് മാത്രമല്ല, എന്തെങ്കിലും ചതവുണ്ടാവുക, നമ്മൾ വീഴുകയോ കളിക്കണതിൻ്റെ ഇടയ്ക്ക് കാലും മടങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറി, ക്ഷതം വരും, അതിൽ നിന്നും മുട്ടുവേദന ഉണ്ടാകാം. അതല്ലാതെ കുറേ നേരം വെയിറ്റുള്ള ഒരാൾ കുറേ കണ്ടിന്യൂസ് നിന്നൊരു ജോലി ചെയ്യുവാണെങ്കിൽ മുട്ടിന് സ്ട്രെയിൻ വരാം. അങ്ങനത്തെ ഒരു സ്ട്രെയിൻ കാണിക്കാറുണ്ട്. വാമപ്പ് ഒന്നും ചെയ്യാതെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മുട്ടുവേദന ഉണ്ടാകാം. അല്ലെങ്കിൽ ലിഗമെൻസ്, മെനിസ്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാട പോലത്തെ സാധനം മെനിസ്കസ് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ ഇടയ്ക്കുള്ളത് ഒരു കുഷ്യൻ പോലെ ഇരിക്കും. അതെല്ലാത്തിനും ക്ഷതം വന്നു കഴിഞ്ഞാൽ മുട്ടുവേദന ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട, മുട്ടുവേദന വരുമ്പോൾ തന്നെ അയ്യോ എനിക്ക് തേയ്മാനമാണെന്നും പറഞ്ഞല്ല, അത് എന്തിൻ്റെ ആണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതനുസരിച്ച് വേണം എപ്പോഴും ചികിത്സ. ഞങ്ങളിവിടെ പറയാൻ പോണത്, നിങ്ങൾക്ക് സാധാ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു മുട്ടുവേദന, ഒരു സ്ട്രെയിൻ കൊണ്ടുള്ളൊരു മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഇല പറിച്ചാലോ? ആദ്യത്തെ ഇല ആവണക്കില, അറിയാലോ, പപ്പായയുടെ ഇല പോലെ ഇരിക്കണം. ആവണക്കിലയെ നമ്മൾ ആദ്യം എടുക്കണം. 2-3 എണ്ണം എടുക്കുക കേട്ടോ. ഇതാണ് എരിക്കിൻ്റെ ഇല. എരിക്കിൻ്റെ ഇല പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ചരം നിങ്ങളുടെ കണ്ണിലേക്ക് ഒരിക്കലും തെറിക്കരുത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിയില. ഇതും കൂടി നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറിച്ച് വെച്ചിരുന്ന ഇലകളൊക്കെ കൂടി പേസ്റ്റ് ആക്കിയതാണ്. അതിൻ്റെ കൂടെ ഇന്ദുപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഇതിപ്പോൾ എന്ന് വെച്ചാൽ നീര് വലിക്കും, കൂടാതെ വേദന സംഹാരിയുമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എണ്ണ തേച്ചിട്ടാണ് ലേപം ഇടുന്നത്. എണ്ണ ഇവിടെ ഇപ്പോൾ SAK ആണ് എടുത്തത്, നമ്മുടെ വേദനക്കായിട്ടുള്ള എണ്ണയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിൽ മുറിവെണ്ണ ഇടുക. എന്നിട്ട് പയ്യനെ മുട്ടിലൊന്ന് തേച്ച് കൊടുക്കണം. അധികം പ്രഷറൊന്നും പാടില്ല. വെറുതെ ആ ഒരു വേദനയുള്ള ഭാഗത്ത് മുട്ടിന് ചുറ്റുമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് 30 ഡിഗ്രിയിൽ വെച്ചിട്ട് വേണം നമ്മൾ കാല് കെട്ടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ഇത് ഇടുവാണ്. വേദനയുള്ള സ്ഥലത്ത് ഫുള്ളായിട്ട് തന്നെ ഇടുക കേട്ടോ. കാലിൻ്റെ മുട്ടിൻ്റെ പുറകിൽ ചിലവർക്ക് നീര് വരാറുണ്ട് ഇങ്ങനെ വേദന വരുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ പുറകിൽ ഇട്ട് കൊടുക്കണം. ചുറ്റുമായിട്ടും ഇടാം. എവിടെയാണോ വേദന ആ ഒരു ഭാഗത്തും ഇങ്ങോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ പുറമെ ഒരു ഇലയോ എന്തെങ്കിലും വെക്കാം. കാര്യം അത് നേരെ ഇരുന്നാൽ അബ്സോർപ്ഷൻ കിട്ടുകയും വേണം. കാര്യം 6 മണിക്കൂറാണ് നമ്മളിങ്ങനെ കെട്ടി വെക്കാൻ പോണത്. എന്നിട്ട് പയ്യനെ അധികം ടൈറ്റും അധികം ലൂസ് അല്ലാത്ത രീതിയിൽ ഒരു തുണി വെച്ച് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോസ് ആണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴയ ഒരു മുണ്ടിൻ്റെ തുണിയാണെങ്കിലും മതി. ഈ ഒരു 30 ഡിഗ്രി ആംഗിളിൽ വേണം മുട്ട് കെട്ടാനായിട്ട്. അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകാനും ആ ഒരു ഇത് കിട്ടില്ല നമുക്ക് സ്റ്റെബിലിറ്റി. നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്റേയിൽ എടുക്കാൻ നേരത്ത് നമുക്ക് ബോൺസിൻ്റെ കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അത് കുറച്ചും കൂടി ലിഗമെൻസിൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ നേരത്ത് ഒന്നല്ലേ CT അല്ലെങ്കിൽ MRI തന്നെ വേണ്ടി വരും, മെനിസ്കലാണെങ്കിലും അല്ലേ. എപ്പോഴും ചുറ്റുമ്പോൾ മുട്ട് മാത്രമല്ല, കുറച്ച് മുകളിലോട്ടും കുറച്ച് താഴത്തോട്ടും കൂടെ ചുറ്റണം. ഇതൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും തെറ്റിപ്പോണ കാര്യങ്ങൾ. പിന്നെ ഈ ലേപം ഉണ്ടാക്കുമ്പോഴും വെള്ളം ഒഴിക്കൽ പാടില്ല. അതേപോലെ തന്നെ ഇന്ദുപ്പിടാനും മറക്കരുത്. കാരണം അത് പെട്ടെന്ന് നീര് വലിയും. പിന്നെ നമ്മൾ ഈ എടുത്താക്കുന്ന ഇലയെല്ലാം വേദന കുറക്കാനും നീര് മാറ്റാനും ഉള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ 5 to 7 days ചെയ്യുക. വെറുതെ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും കളിക്കുക എന്തെങ്കിലും വന്നിട്ടുള്ളൊരു സ്ട്രെയിനൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ ക്ലിയറായി പോയിക്കോളും. അതല്ല, ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ മുട്ടുവേദന അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തേ മതിയാവും. കാര്യം ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടാവുന്ന ഒരു മുട്ടുവേദന ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ നമുക്കറിയുള്ളൂ. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.